മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനെ മയക്കാനായിട്ട് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടി കമലേശ്വരത്തേക്ക് വരുന്ന സമയത്ത് മേലേക്ക് ആരോ കയറി വരുന്നെന്ന് മനസ്സിലാക്കിയ കണ്ണനാണെങ്കിൽ ആ സമയത്ത് കുളിച്ച് വന്ന് ഫ്രഷ് ആകുമായിരുന്നു. പെട്ടെന്ന് പോയി കട്ടിലയിൽ ഇരിക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ റൂമിലേക്ക് കയറി വരുന്ന മുത്തശ്ശിയും പ്രതാപനും കാണുന്നത് വീൽ ചെയറിലിരിക്കുന്ന കണ്ണനെയാണ്. അങ്ങനെ കണ്ണനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ കോൾ ചെയ്യുന്നു. അങ്ങനെ കോളിനകത്ത് മഹാലക്ഷ്മി എന്ന് കണ്ടതും മുത്തശ്ശിക്കും പ്രതാപനും നല്ല ദേഷ്യമാവുന്നു. മുത്തശ്ശിയാണെങ്കിൽ കോൾ എടുത്തിട്ട് നിന്നോട് ആര് പറഞ്ഞ് കണ്ണനെ വിളിക്കാൻ? നീ എന്ത് കരുതി? നീ ഇവനെ ചതിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം ഇതോടെ തീരുമെന്നോ? കമലേശ്വരം തറവാട്ടിലെ ഇത്രയധികം സ്വത്തിനുടമയായിട്ടുള്ള കണ്ണന് നിന്നേക്കായും നല്ലൊരു പെൺകുട്ടി കിട്ടും. നിന്നേക്കായും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇവിടെ വന്ന് സന്തോഷത്തോടെ കണ്ണൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് നീ കാണേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിയോട്. അപ്പം മഹാലക്ഷ്മി പറയുന്നു, ഞാൻ കണ്ണേട്ടനെ അല്ലേ വിളിച്ചത്, നിങ്ങളോട് ആര് പറഞ്ഞു കോൾ എടുക്കാൻ? നീ ആരായിട്ടടി കണ്ണനെ വിളിക്കുന്നത്? ഇപ്പോഴും ഞാൻ കണ്ണൻ്റെ ഭാര്യയാണെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ കണക്കിനുള്ള മറുപടി കൊടുത്ത് മഹാലക്ഷ്മി വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ലേഖ ചോദിക്കുന്നു, എന്തു പറ്റി മഹി, മുഖം വാടിയിരിക്കുന്നു, ആരാ കോൾ എടുത്തത്? അത് മുത്തശ്ശിയാ. മുത്തശ്ശി ഇങ്ങനെ കമലേശ്വരത്ത് വന്ന് കണ്ണേട്ടൻ എന്തോ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പോകുന്നെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ എല്ലാവരും കൂടി സ്നേഹം കൊണ്ട് മൂടുവാണല്ലോ. കണ്ണേട്ടനെ ഇതിൻ്റെ പിന്നിലുള്ള സത്യമൊക്കെ അറിയുമ്പോഴത്തേക്കും അവരൊക്കെ അതെങ്ങനെ സഹിക്കുമല്ലേ മഹി എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെ ഈ സംസാര രീതിയൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കണ്ണന് നല്ല ദേഷ്യമാകുന്നുണ്ടെങ്കിലും സഹിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും മനസ്സിലുള്ള വിഷം മഹാലക്ഷ്മി എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ ആ രൂപത്തിന് കണ്ണനെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായ കണ്ണനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നു.